ഇവര് തമ്മിൽ എൻ്റർ ചെയ്ത കോംപ്രമൈസ് പെറ്റീഷൻ പാര 11 പ്രകാരം the petitioner and respondent also agreed to refrain from publishing or posting any allegations or aspirations or imputation or any news against each other in social media, other print and visual media or any other social platforms. It is agreed by both the parties that neither of them will interfere in the personal life of each other and will not act in a manner detrimental to each other's life. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിന് ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം. ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ്. പല കാരണങ്ങളുണ്ട് ഉണ്ടെന്ന് പറയുമല്ലാണ്ട് ഇതുവരെയായിട്ടും അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മകൾ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കണ്ടെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു. എപ്പോഴും ദേഷ്യപ്പെടുമ്പോഴോ സങ്കടത്തിലോ ഒരു വാർത്തകൾ സംസാരിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ണുകൊണ്ട് കണ്ടുപോയി. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനൊക്കെ ഉണ്ടോന്ന് നെറ്റിപ്പോയി. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചത് കുടുംബം, ഫാമിലി, കുട്ടികൾ ഭയങ്കര ഇമ്പോർട്ടൻസ്. അത് ഒരു കാഴ്ചനെ കണ്ട ശേഷം ഒന്നുമില്ല, ഇനി ഇറക്കാനൊന്നുമില്ല. അത് ഞാൻ തളർന്നു വയ്യ. എത്ര വലിയ പണശാലിയായാലും ചില തരുണം അവന്റെ അടിസ്ഥാനം, മനസ്സിലത്തെ അടിസ്ഥാനം വളർന്നത്, അവൻ ജീവിതം മുഴുവൻ വിശ്വസിച്ചത് അവരുടെ എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ മതിയുമ്പോൾ ഫ്രീസ് ആയിരുന്നു. അല്ലെങ്കിൽ அந்த 3 പേര് എസ്കേപ്പ് ആയില്ല. 2 പേരല്ല 3 പേര്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞത് കേട്ടല്ലോ. ഈ ഒരു വീഡിയോ വന്നിട്ടിപ്പോ വെറും 11 ദിവസമേ ആയുള്ളൂ. ഈ ഒരു ഇന്റർവ്യൂ മാറ്റിട്ട് ഇപ്പൊ 11 ദിവസമേ ആയുള്ളൂ. ആ ബാലയും അമൃതയും തമ്മിൽ പിരിഞ്ഞിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി. അതിനുശേഷമാണ് എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ ബാല കല്യാണം കഴിച്ചതും ഗോപി സുന്ദർ എന്ന് പറയുന്ന ഒരാളിനെ അമൃത കല്യാണം കഴിച്ചതും അതിനുശേഷം അമൃതയായും ഗോപി സുന്ദറുമായിട്ട് പിരിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ട വാർത്തകളാണ്. ഞാനിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇങ്ങനെയും ഒരു പെണ്ണുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ച് നമ്മളത് പിരിഞ്ഞു, നമ്മൾ പിന്നെയും നടന്ന ആ പെൺകുട്ടിയെ ഇങ്ങനെ അങ്ങ് തേജോവധം ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യം വല്ലതും കൊണ്ടോ? ഇല്ല. പിരിഞ്ഞു അങ്ങ് പോയേക്കണം. അത് ബാലയും വേറെ കെട്ടി, അതുപോലെ തന്നെ അമൃതയും വേറെ കെട്ടി, പിന്നെയും പുറകെ നടന്ന് എവിടെ ഒരു ഇന്റർവ്യൂ കൊടുത്താലും അമൃതയുടെ കാര്യമാണ് എടുത്തിടുന്നത്, എവിടെ ഒരു ഇന്റർവ്യൂ കൊടുത്താലും. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതലും ഈ അമൃതയോട് എനിക്ക് ബഹുമാനം തോന്നാനുള്ള കാരണം, ഇന്നലെ ഞാൻ അമൃതയുടെ ചാനലിലൊരു വീഡിയോ കണ്ടു, അമൃതയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അമൃതയുടെ അടുത്തൊരു ബഹുമാനം തോന്നിയത്. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് തന്നെ അമൃത കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാല ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അമൃത കുഞ്ഞിനെ കാണിക്കുന്നില്ല. പക്ഷേ അവർ ഇന്നലെ ആ ഒരു വക്കീലിനെ കൊണ്ട് അമൃത ചെയ്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ദിവസം കണക്കാക്കിയിട്ട് കാണിക്കുന്ന കാര്യം. പക്ഷെ ആ ഒരു ദിവസം പോലും ഈ ബാല ആ കുഞ്ഞിനെ കാണാൻ ചെന്നിട്ടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ആ ബാല കാണാൻ ചെന്നിട്ടില്ല കുഞ്ഞിനെ. എന്നിട്ടാണ് ഈ കോടതി അനുവദിച്ച സമയത്ത് മനഃപൂർവ്വം ബാല കാണാൻ ചെല്ലാതിരുന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയുന്നതെന്ന് ഓർക്കണം.
ഏതൊരു ഇന്റർവ്യൂവിൽ ചെന്നാലും അമൃതയെ താഴ്ത്തി കെട്ടിയാണ് ഈ ബാല സംസാരിക്കാറുള്ളത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അമൃതയോട് എനിക്ക് ബഹുമാനം തോന്നാനുള്ള കാരണം വെച്ചാൽ അവളുടെ കല്യാണം കഴിച്ചതും അതിന്റെ കാര്യങ്ങളും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് വരെ ആയിട്ടുണ്ടെങ്കിൽ ഈ ബാലയ്ക്കെതിരെ ഈ അമൃത ഒരു കാര്യം പോലും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ അവള് ക്ഷമയുടെ ഏറ്റവും അങ്ങേ അറ്റം നെല്ലിപ്പലക കണ്ടതിന് ശേഷമാണ് ഇന്നലെ അമൃത അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അമൃതയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഇതിനെതിരെ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഇപ്പൊ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമായിരുന്നു, അത് പിരിഞ്ഞു. പിന്നെയും ഈ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് തന്നെയാണ് അമൃത നിയമപരമായിട്ട് പോയതും. ഇപ്പൊ ഇന്നലെ ആ വീഡിയോയിൽ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സമയങ്ങളിൽ അമൃത ആ ഒരു കോടതി എന്താണ് അമൃതയോട് പറഞ്ഞാൽ അത് അവൾ പാലിക്കുന്നുണ്ട്. പക്ഷെ അത് പാലിക്കാത്തത് ഈ ബാലയാണ്. നിങ്ങൾക്ക് ലേശമെങ്കിലും ഉളുപ്പില്ലേ ബാലയെ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ലേ? ഇതുപോലെ നടന്നിട്ട് എന്തിനാണ്? അതുപോലെ തന്നെ ഈ ബന്ധം ഒഴിയുന്ന ആ ഒരു രേഖകളിൽ പറയുന്നുണ്ട്, ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നുള്ളൊരു ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതൊന്നും പാലിക്കാതെ ഒരു പെൺകുട്ടി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് നാണം കെടുത്തേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമേ വരുന്നില്ല. അവിടെ എത്രയോ പേര് ബന്ധം ഒഴിഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിലും സാധാരണ ജീവിതത്തിലായാലും ഇതുപോലെ ഒരു സംസാര രീതിയോ ഞാൻ ഒരു മനുഷ്യരുടെ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇതിൽ കണ്ട സാഹചര്യത്തിൽ, അതായത് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നുള്ളത്. ഈ ഗോപിസുന്ദറുമായിട്ടുള്ള കാര്യം ബാലയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ ഈ കാണാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പൊ നമ്മുടെ മലയാളികൾ വിചാരിക്കും അമൃത എന്തോ ആരുടെ കൂടെ കഴിയുന്നത് കണ്ടതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല അതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. ആ ഒരു കാര്യമല്ല. ഇപ്പൊ ഈ ബാലയുടെ പറച്ചിൽ കേട്ടാൽ സാധാരണക്കാർ അങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളത്. ഇങ്ങനെയും ഒരു പെൺകുട്ടിയെ നാണം കെടുത്തുവോ? അത് എന്തുകൊണ്ട് ഈ ബാല അന്ന് പ്രതികരിച്ചില്ല? ഈ പെൺകുട്ടിയെ, അതായത് ഈ അവന്തിക എന്ന് പറയുന്ന ഈ ബാലയുടെയും അമൃതയുടെയും മകളെ ഇനി അങ്ങോട്ട് നോക്കാൻ അമൃതയ്ക്ക് മാത്രമാണ് ഉത്തരവാദിത്വം ഉള്ളതെന്നുള്ളത് എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാണ്. എന്നിട്ടാണ് ഇതുപോലെയുള്ള ഓരോരോ അവസരം കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബാലയ്ക്ക് എന്താണ് സംസാരിക്കേണ്ടുള്ളതെന്ന് അറിയില്ല. ഏതൊരു മൈക്കിൽ ഇപ്പൊ എലിസബത്തിന്റെ കൂടെയുള്ള കാര്യം ചോദിച്ചാലും കുടുംബപരമായിട്ടുള്ള കാര്യം ചോദിച്ചാലും ഏതൊരു വിഷയം പറഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്നത് ഈ അമൃതയിലാണ്. അതിന്റെ ആവശ്യമേ അവിടെ വരുന്നില്ല. ഇപ്പൊ ഈ രണ്ടാമത് കല്യാണം കഴിച്ച എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി, എന്നിട്ട് അതെന്തിയേ? ഇതൊന്നും കൂടെ അമൃതയെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയും നല്ല രീതിയിൽ ആ മിണ്ടാതിരുന്നിട്ട് പോലും അവളെ വായിൽ കോല് കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുള്ള കൊണ്ട് പറയിപ്പിച്ചതാണിത്. ഇത്രയും നാണം കെട്ട രീതിയിൽ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലയ്ക്ക് ഇതുവരെ അറിയില്ല എന്താണ് സംസാരിക്കേണ്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഞാൻ ആ ദിലീപിനെ മഞ്ജു വാര്യരെ ഓർത്തു പോവാണ്. അവര് ഡൈവോഴ്സായി. അവർ ഈ പത്രമാധ്യമങ്ങളാണ് പറയുന്നത് മറ്റൊരു ബന്ധം ഉണ്ടായതിനെ തുടർന്ന് അവര് ബന്ധം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയയുടെ മുമ്പിൽ മഞ്ജു വാര്യർ ആവട്ടെ അല്ലെങ്കിൽ ദിലീപ് ആവട്ടെ ഈ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ മാത്രം സ്വകാര്യതയാണ്. ഈ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ മാധ്യമങ്ങൾക്കിട്ട് തട്ടിക്കളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പറയാനോ ഒന്നും ഒരു രീതിയിൽ ഒരു ഇന്റർവ്യൂവിനകത്ത് പോലും മഞ്ജു വാര്യരുടെ അടുത്ത് ദിലീപിന്റെ ഒരു കാര്യം പോലും ചോദിക്കുന്നവർക്ക് ഇഷ്ടമല്ല. കാരണം അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുള്ളത്. മഞ്ജു വാര്യർ എന്തുകൊണ്ട് ദിലീപിനെതിരെ പറയുന്നില്ല? അത് അവരുടെ മാത്രം സ്വകാര്യതയാണ്. ബന്ധം പിരിയുന്നവർക്ക് പിരിഞ്ഞങ്ങ് പോയാൽ പോരെ. പിന്നെ ഇതുപോലെ നടന്ന നാണം കെട്ട പരിപാടി ആ ദിലീപൻ ചെയ്യുന്നില്ല. ദിലീപിന്റെ അടുത്ത് മഞ്ജു വാര്യരെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സ്വകാര്യതയാണ്, പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അതുപോലെ അങ്ങ് പോയാൽ പോലെ. ഒരു രീതിയിലും അവരുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും പിരിഞ്ഞിട്ട് ഇന്ന് വരെയെങ്കിലും പിന്നീടുണ്ടായ സംഭവങ്ങൾ ദിലീപിന്റെ ജീവിതത്തിൽ ഉണ്ടായതല്ലേ ഉള്ളൂ. അല്ലാതെ ഈ മഞ്ജു വാര്യറും ദിലീപുമായിട്ട് പിരിഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങളടുത്ത് അവർ പറയുന്നുണ്ടോ? അങ്ങനെ വേണം ജീവിക്കാൻ. അല്ലാതെ ഇത് എവിടെ പോയാലും. എന്നിട്ട് ഈ പെൺകുട്ടി ഇത്രയും ദിവസമായിട്ട് അമൃത ഒരക്ഷരം പോലും ഇനി തിരിച്ച് റിപ്ലൈ പറയുകയാവട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുകയാവട്ടെ ചെയ്തില്ല. എന്നിട്ടാണ് ഇന്നലെ അവളുടെ ഭാഗം അവൾക്ക് ന്യായീകരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ തന്നെ തിരിച്ച് പ്രതികരിച്ചത്. ഞാൻ അതിന് ഏറ്റവും കൂടുതലുള്ള എനിക്ക് ബഹുമാനം തോന്നുകയാണ് ഇപ്പൊ ആ അമൃതയുടെ അടുത്ത്. അതുപോലെ തന്നെയാണ് എല്ലാവരും പറഞ്ഞു ഈ
കോടതിയിലെ രേഖകളിലുണ്ട്. കോടതി അനുവദിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ അമൃതയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാമോ അല്ലെങ്കിൽ ബാലയ്ക്ക് കുഞ്ഞിനെ കാണാനുള്ള അവകാശമുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ. എന്നിട്ടും ഏറ്റവും കൂടുതൽ സുഖമില്ലാതെ കിടന്ന സമയത്ത് അമൃത ആ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ കാണിച്ചില്ലേ? അത്രയൊക്കെ പോരെ? എന്നിട്ട് ഈ പുറകെ നടന്ന് ചുമ്മാതെ ഇങ്ങനെ ആവശ്യമില്ലാതെ അമൃത നീ ചെയ്തതാണ് ശരി, സത്യം ഞാൻ പറഞ്ഞു, നീ ചെയ്തതാണ് ശരി, നിന്റെ ഭാഗം നീ ന്യായീകരിക്കുക. ഇത്രയും നാളായിട്ടുണ്ട് ഇവന് ഈ ബാലയ്ക്കെതിരെ ഒരു അക്ഷരം പോലും പറയാതിട്ട് നീ ഈ മറുപടി പറഞ്ഞത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, നമ്മൾ ഒരാളെ വേണ്ടെന്ന് വെച്ചാൽ അപ്പോഴേ അങ്ങ് വിട്ടേക്കണം. വെറുതെ പിന്നെയും പുറകെ നടന്ന് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ട്. എന്താണ് കാണാൻ പാടില്ലാത്ത സാഹചര്യം? അത് പറഞ്ഞുകൂടെ? എന്താണ് ഇപ്പൊ നമ്മൾ മലയാളികളെ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ തന്നെ അതിനകത്ത് കുറേ കമന്റ് വന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ നമ്മൾ കയറി നോക്കുമ്പോൾ ആ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ബാല കയറി വന്നപ്പോൾ അമൃത വേറെ ആരുടെയോ കൂടെ കഴിയുന്നത് കണ്ടു. അല്ലെങ്കിൽ എന്ത് പറയുന്ന അവൻ മേടിച്ച് വെച്ചിരുന്ന കുപ്പികളെല്ലാം അടിച്ച് തീർത്തിട്ട് ബോധം കെട്ട് കിടക്കുന്ന കണ്ടു. ഇതൊക്കെ ഒരു പെണ്ണിനെ ചുമ്മാതെ തേജോവധം ചെയ്യാണ്. ചുമ്മാതെ അവളുടെ പുറകെ നടന്നിട്ട് അവളുടെ ഭാവി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും തരംതാണ രീതിയിലുള്ള പ്രവൃത്തിയാണ് ബാല ചെയ്യുന്നത്. വെറും തരംതാണ രീതിയിൽ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. നമ്മൾ ഒരാളെ വേണ്ടെന്ന് വെച്ചാൽ അവർ വിട്ടേക്കണം. പിന്നെയും പുറകെ നടന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചുമ്മാതെ സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി എന്തിനാണ് ബാലയെ നിങ്ങളിങ്ങനെ മണപ്പിക്കുന്നത്? എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ബാലയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ എനിക്കറിയില്ല എന്തൊരു സ്വഭാവമാണോ. ഈ ഒരു ഭാര്യമാരും കൂടെ നിൽക്കാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണോ എന്തോ ബാല ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കെട്ടിയെന്ന് പറയുന്നു, അതിനുശേഷമാണ് അമൃത കെട്ടിയത്. അമൃതയെ കെട്ടിയതിനു ശേഷമാണ് ഇപ്പൊ ഡോക്ടർ എലിസബത്തിനെ കെട്ടിയത്. ഇപ്പൊ 3 പേരും ഇല്ല. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ എല്ലാം അവരവരുടെ തലയിലാണ് ഇങ്ങനെ ഈ കുറ്റങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതായത് അമൃതയുടെ അച്ഛൻ ഈയിടെ മരിച്ചു, അമ്മയും 2 പെൺമക്കളും മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രതികരിക്കാൻ ആളില്ല. അപ്പൊ എന്ത് വേണമെങ്കിലും അവരുടെ അടുത്ത് പറയാമെന്നുള്ളൊരു ഹുങ്കുണ്ട് ബാലയ്ക്ക്. അതുപോലെ തന്നെ ഡോക്ടർ എലിസബത്ത് അവരൊരു ഡോക്ടറാണ്. അവരെ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ്? തിരിച്ച് പ്രതികരിക്കുമെന്നറിയാം, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്. കോടതി അനുവദിച്ച സമയങ്ങളിൽ പോലും പോയി ആ കുഞ്ഞിനെ കാണാനുള്ള മനസ്സ് കാണിക്കാതെയാണ് ഈ അവിടെ ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ബാല പറഞ്ഞ് സ്വയം നാറുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, സ്വയം നാറുന്നത്. ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കൂ. താങ്കൾ ഈ കാണിക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഈ കരിവാരിത്തേക്കൽ. എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതികരണവുമായി വന്നതുകൊണ്ട് എനിക്കേറെ ഇഷ്ടം തോന്നുന്നു അമൃതയോട്.